എൻ്റെ പേര് ശരത്ത് എന്നാണ് കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് ആസറൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആരാധകനാണ്, ആസറൽ ആരാധകനാണ്. അപ്പോൾ ഞാൻ ഇന്നലെ കളിയൊക്കെ കണ്ടിട്ട് സന്തോഷിച്ച് ആ ടോട്ടനാമിൻ്റെ വിജയം ആഘോഷിക്കുമാണ് ഈ ഒരു അപരാധം പിടിച്ചൊരു ചങ്ങായി. ഓനെതിരെ വീഡിയോ ഇടാനും എനിക്ക് വീഡിയോ ഇട്ടൊന്നും പരിചയമില്ല. ഞാൻ ആദ്യമായിട്ട് ആ ഒരു അപരാധം പിടിച്ചവന് വേണ്ടി എതിരെ ഇതാണ് വേക്കണ്ടില്ലേ, മറ്റേ ഈ ചണ്ടയും മൃദംഗമൊക്കെ കെട്ടി തൂക്കിയ ചങ്ങായില്ലേ, കൈനോട് ഇങ്ങനെ എങ്ങനെ കളിക്കും, ജോക്രസ് പോരാ, അമ്മം പോരാ, സാഹിബ പോരാ, ഇങ്ങനെ ചങ്ങായില്ലേ, മറ്റേ ഇങ്ങനെ ഒരു ജീവിയില്ലേ ഇങ്ങനെ കളിക്കുന്ന ഒരു ഒരു പച്ചിലപ്രാണിയില്ലേ ചെടീൻ്റെ മുകളൊക്കെ ഉണ്ടാകുന്ന അതേപോലെ കളിക്കുന്ന ചങ്ങായി. ഞാൻ ആ ഒരു അപരാധം പിടിച്ചവനെ പറ്റി പറയാൻ എനിക്ക് എന്നാൽ സൗണ്ടില്ല, പനിയാണ്, പനിച്ച് കിടക്കുകയാണ്. അപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ടുള്ളൂ. വയ്യ, 2-3 ദിവസമായിട്ട് പനിച്ച് കിടക്കുകയാണ്. ആഴ്സലിൻ്റെ കളിയൊക്കെ കണ്ട് സൗണ്ടൊന്നും ഇല്ല, സൗണ്ട്. എന്നാലും ഞാൻ പറയാം, ആ ഒരു റീച്ച് കിട്ടാൻ എന്ത് അപരാധം വിളിച്ചത്. ഇന്നാളെന്താ പറഞ്ഞറിയോ, ഗ്യോക്രസിന് പകരം ഒരു കല്ല് വെച്ചാൽ ഇതെന്താ തറട് കല്ലിട്ടാൽ മതി. ഇപ്പം എന്താ പറഞ്ഞറിയോ, ഇപ്പം ഒരു വീഡിയോ ഇതാ ഇമാരൊന്നും വേട്ടാവളിയന്മാർ വേണ്ട, എന്തിനാണ് വെറുതെ സൂര്യനാരായണ പേരൊക്കെ എന്താണ് ഒരു ബാധ്യതയായി മാറുന്നുണ്ട് ടീമിന്. ഗ്യോക്രസ് കളിക്കുന്ന പലതും എനിക്ക് എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. ഓഫ് കോഴ്സ് ദേർ ആർ ഗ്യോക്രസ് ഫാൻസ് ഇൻ ദിസ് ചാനൽ. ഞാൻ പല കമന്റ്സിലൊക്കെ കണ്ടു ഗ്യോക്രസ് ഇങ്ങനെ തള്ളിപ്പറയരുത്, കഴിഞ്ഞ വർഷം ഇത്ര ഗോൾ അടിച്ചാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദിസ് ഇസ് പ്രീമിയർ ലീഗ്, അവിടത്തെ പോലെ ഗോൾ അടിക്കാനൊന്നും പറ്റില്ല. ഇത് ഇന്നലെ അത്യാവശ്യം കുറെ ചാൻസ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന് മുന്നത്തെ കളിയും കുറെ ചാൻസസ് ഉണ്ടായിരുന്നു. അതൊക്കെ എടുക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് വളരെ മോശമായിട്ടൊരു ഫീൽ ചെയ്തു. ഇപ്പൊ ടോപ്പ് 5 ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അവരുടെ എല്ലാവരുടെ സ്ട്രൈക്കേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും മോശം സ്ട്രൈക്കർ എനിക്കിപ്പോ ഗ്യോക്രസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വെക്കിറ്റിക്ക് ആയാലും വാൾട്ടോടെ ആണെങ്കിലും ചിരി വരുന്നുണ്ടോ. ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ ഈ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ടീം ഉണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവിധ ന്യൂസും കിട്ടും. ലൈനപ്പ്, ആരൊക്കെയാണ് കളിക്കുന്നത്, എന്താണ് ഡീറ്റെയിൽ, യൂട്യൂബ് എടുത്തു പോയി കഴിഞ്ഞാൽ ഫുൾ സാധനങ്ങൾ കിട്ടും. നല്ല നല്ല ആൾക്കാർ, വൃത്തിയുള്ള ആൾക്കാർ പറയുന്നത് കിട്ടും. അല്ലാതെ ഈ അപരാധം പിടിച്ച ചങ്ങായിൻ്റെ മാരിത ഇങ്ങനെ എങ്ങനെ കളിച്ചിട്ട് വൃത്തിക്ക് പറയാനുള്ള കുഴപ്പമില്ല. ഇതെന്താണ് അടിയില്ലേ ഗ്യോക്രസ് പോലെ. പിന്നെ എൻ്റെ അമ്മായിയാണ് ഇപ്പം ഗോളടിച്ച് കൂട്ടുന്നത്. ഈ ആഴ്സണൽ ഏറ്റവും കൂടുതൽ ഗോൾ പ്ലസ് അസിസ്റ്റുള്ള ഗ്യോക്രസിനാണ് 18 എങ്ങാനായിപ്പോൾ. ഇവന് എന്ത് വായിക്കാൻ പറയും. ഇപ്പം ആഴ്സണൽ ഫാൻ തന്നെയാണ്. ഞാൻ പറയട്ടെ, നമ്മൾ ഈ ആഴ്സണൽ ഫാൻസ് ഇപ്പോഴുള്ള ഇവൻ്റെ മായത്തെ പ്ലാസ്റ്റിക് ഫാൻസിൻ്റെ കഥയൊക്കെ അറിഞ്ഞൂടെ, റീച്ചിന് വേണ്ടി പറയുന്നത്. ഈ ആഴ്സണൽ ഫാൻസിൻ്റെ മനസ്സിലൊക്കെ ഒറ്റ ഒരു ഇതുള്ളൂ, എങ്ങനെയെങ്കിലും കപ്പടിക്കുക. 10-20 കൊല്ലമായി കാത്തിക്കുന്നത്. ഞാനടക്കമുള്ള എൻ്റെ കാര്യം പറയട്ടോ, കുറേ നല്ലവരാ ആഴ്സണൽ ഫാൻസിനൊക്കെ പല ഗ്രൂപ്പിലും കണ്ട്. ഇവർക്ക് എങ്ങനെ ഈ കപ്പ് കിട്ടിയ ഗ്യോക്രസ് അടിക്കുകയെ ജീസസ് അടിക്കുകയെ ആരാന്ന് വെച്ചാൽ അടിച്ചോട്ടെ, പ്രശ്നമല്ല. പ്രശ്നം ട്രോഫിയാണ്. അതിലിങ്ങനെ ഓരോ പ്ലെയർ അത് നന്നായില്ലേ ഇത് നന്നായില്ലേ, അത് മാത്രമോ കല്ല് വെക്കുന്ന അല്ലേന്നൊക്കെ പറഞ്ഞവനാണ് ഇവ. ഇത് 2010 വരെ പറയണോ. ഓക്കെ, ഇപ്പം എല്ലാവരുടെ അടുത്ത് ഇൻ്റർനെറ്റ് ഫോണും സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ വേട്ടാവളിയം പിടിച്ച ഈ ചങ്ങായി, വേട്ടാവളിയം തന്നെ, പേര് രാമ സൂര്യനാരായണ വർമ്മ. തൊള്ളേന്ന് വരുന്നത് എന്താണ്, ഓൻ ശരിക്കും മറ്റേ പറയില്ല ഈ ഇത് കണ്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ വീട് ഇങ്ങനെയാണ് കളിക്കുക, ബാക്കിൽ കുറച്ച് മൃദംഗം വെച്ചിട്ടുണ്ടാവും. ഓൻ അതാണല്ലേ മൃദംഗം കൊട്ടിക്കോട്ടാൻ പോയിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ ഗ്യോക്രസിന് പകരം കല്ല് വെച്ചാൽ മതിയല്ലോ. വേറൊരു കല്ല് സിപ്പപ്പുകാർ വെച്ച് കഴിഞ്ഞാൽ ഗ്യോക്രസിനെ അത് ചിരിച്ചും കൊണ്ടൊക്കെ ഇവൻ പറയുന്നത് ആസിഫ് ഫാനാണെന്നാ. എടാ കാണാനൊക്കെ എന്തൊരു മെനണ്ട് ചെങ്ങാനെ കാണാൻ. പേരും കുഴപ്പമില്ല, സൂര്യനാരായണ വർമ്മയോ നല്ല പേരുമാണ്, നല്ല ഐശ്വര്യം, നല്ല ചുവന്നടക്കുന്ന ഒരു ചെക്കന്. പക്ഷെ തൊള്ള തുറക്കരുത്. കുറച്ചെന്തെങ്കിലും ഗുണം ഉണ്ടെങ്കിൽ നിർഗുണം തന്നെ വിളിക്കരുത്. ഒരു ഗുണമില്ല. ഒരു മണുങ്ങാത്തനെ